ഹലോ, ഇന്നേ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ പോയിരിക്കേണ്ട കുറച്ച് അമ്പലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ഈ വ്ളോഗിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ അത് ഇന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടല്ലോ കേട്ടോ. ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടമ്പലത്തേക്കാണ് പോകുന്നത് ഗൈസ്. കാരണം നമ്മളെപ്പോൾ അമ്പലങ്ങളിൽ പോകുമ്പോഴും തറവാട്ടമ്പലത്തിൽ പോയിട്ട് തുടങ്ങണം എന്നാണല്ലോ ആദ്യം നമ്മുടെ കാരണന്മാരൊക്കെ കണ്ട് അവിടെ നിന്നൊക്കെ അനുഗ്രഹം വാങ്ങിക്കണമല്ലോ ഗൈസ്. അപ്പോൾ അവിടെയൊക്കെ ആദ്യം ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലൊക്കെ പോയി അതിന് ശേഷമാണ് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ പോയിരിക്കേണ്ട അമ്പലങ്ങൾ, ആ അമ്പലങ്ങളെക്കുറിച്ചൊക്കെ ഞാനിതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചില അമ്പലങ്ങളിലൊന്നും നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടത്തെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ടുള്ളൂ. പക്ഷെ ഞാനിതിൽ ക്ലിയറായിട്ട് എല്ലാ അമ്പലങ്ങളെക്കുറിച്ചും ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം കേട്ടോ. ഗുരുവായൂർ അമ്പലം പോകുമ്പോൾ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഭിവൃദ്ധി കൂടും എന്നാണ് പറയണത്. അപ്പോൾ ആ അമ്പലങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം തറവാട്ടമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ എത്തി ഗൈസ്. തറവാട്ടമ്പലത്തിൽ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. രാവിലെ ആയിരുന്നോടെ പരിപാടിയൊക്കെ. അപ്പോൾ രാവിലെ പ്രേക്ഷയുടെ ഓട്ടത്തിന് പോയ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങൾ ഉച്ച തിരിഞ്ഞിട്ട് തൊഴുതിട്ട് വരാമല്ലോ. തൊഴുതിട്ട് വരാൻ ആരും വേണ്ടില്ല ഗൈസ്. അവിടെ വിളക്ക് വയ്ക്കുന്ന ഒരു ചേട്ടൻ മാത്രം അവിടെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ ഞങ്ങൾ പോയപ്പോൾ. അപ്പം ഞങ്ങളുടെ താർന്നന്മാരെയൊക്കെ തൊഴുത്, ഞങ്ങളുടെ നാഗദൈവങ്ങളെയൊക്കെ തൊഴുത്, ഞങ്ങൾ അവരുടെ ഒക്കെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച് വരാനുള്ള പരിപാടിയിലാണിന്ന്. അങ്ങനെ ഞങ്ങൾ തൊഴുന്നിട്ടാ നാഗത്തന്മാരുടെ അവിടെയും ഒക്കെ തൊഴും. അപ്പോൾ അമലുട്ടൻ 2 വീഡിയോസ് എടുക്കണം. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. അമലുട്ടൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നാലും അവനെ കൊണ്ട് പറ്റണതൊക്കെ അവൻ ചെയ്ത് തരുന്നുണ്ട് ഗൈസ്. അവർക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാലും അവർ ഞാൻ പറയുമ്പോൾ എനിക്ക് ഹെൽപ്പായിട്ട് ഇതൊക്കെ ചെയ്തു തരും. അങ്ങനെ അവിടെ പുതിയതായിട്ട് എടുത്തതാണ് ചെറിയൊരു ഇത്. കാരണം എന്തോ പ്രശ്നം വെച്ചപ്പോൾ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതൊക്കെ വെച്ചതാണ്. അങ്ങനെ അപ്പോൾ പുതിയതായിട്ട് ഇങ്ങനെ വെച്ച ശേഷം ഞാൻ തറവാട്ടമ്പലത്തിലേക്ക് ഇപ്പോഴാണ് പോണത്. ഞങ്ങളുടെ അടുത്തല്ല തറവാട്ടം, ഞങ്ങൾ പെരുവെല്ലൂരാണ് ഞങ്ങളുടെ വീട്. പക്ഷേ ഞങ്ങളുടെ തറവാട്ടമ്പലം കിടക്കുന്നത് കുന്നംകുളം ചാട്ടുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ കേട്ടോ. അപ്പോൾ അങ്ങോട്ട് എപ്പോഴും വരല് പോസിബിൾ അല്ല. അപ്പോൾ പ്രേക്ഷകരുടെ ഓട്ടമൊന്നും ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ വന്ന് തൊഴുതിട്ട് പൂട്ടാം. അങ്ങനെയാണ് ഇവിടേക്ക് വരാറ്. ഇവിടെ ഇപ്പോൾ കുറച്ച് എന്നാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എന്നാലും ഇപ്പോൾ കുറച്ചായിട്ട് ഇത്തിരി കുറച്ച് ഡിലേ ആയി ഞങ്ങൾ വരാൻ. എന്നും വരണമെന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സമായിട്ട് വരാൻ പറ്റാണ്ടിരിക്കും. എന്നാലും ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ ദിവസം എന്തൊക്കെ ആയാലും ശരി എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എത്തി ഗൈസ്. അങ്ങനെ അവിടുത്തെ വിളക്ക് വയ്ക്കണ ചേട്ടനുണ്ട്. അപ്പോൾ വിളക്ക് വയ്ക്കണ ചേട്ടനോടും എല്ലാവരോടും ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങണ്ട ഗൈസ്. ഇനിയാണ് നമ്മൾക്ക് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അമ്പലങ്ങളിലേക്ക് പോണ വാർത്തയൊക്കെ ഇതിലുണ്ടാവുക കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾ ഗുരുവായൂരൊക്കെ വരുമ്പോൾ ആ അമ്പലങ്ങളിലേക്കൊക്കെ പോകണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ കാറിലേക്ക് കയറുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ മൂത്ത മോണ്ട് ഗൈസ് ഒരു കുത്തിയാണ് അവൻ. അതുകൊണ്ട് തന്നെ അവൻ ചെറിയ മോനായിട്ട് തല്ലുപിടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ചാട്ടുവളം കേട്ടോ. ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൻ്റെ അടുത്തുള്ള ചാട്ടുവളം ആകെ വൃത്തികേടായിട്ടൊക്കെയാണ് പണ്ട് കിടന്നത്. ഇപ്പം നല്ല സൂപ്പറായിട്ട് സർക്കാരിൻ്റെ ഒരു ഇതുകൊണ്ട് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആദ്യം വരുന്നത് മമ്മിയൂർ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പം മമ്മിയൂർ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം വരുന്നത്. ഗുരുവായൂർ വരുമ്പോൾ മമ്മിയൂർ അമ്പലത്തിൽ വരാതെ ആരും പോകരുത് കേട്ടോ. പുറമെന്ന് ആര് വന്നാലും മമ്മിയൂർ അമ്പലത്തിൽ വന്ന് തൊഴുതോളം. അവിടെ ശിവൻ്റെ പ്രതിഷ്ഠയാണ്. അപ്പോൾ അവിടെ അതുപോലെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഉണ്ട്. അപ്പോൾ ശിവൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ ഗൈസ്. ആദ്യം അപ്പോൾ നമ്മുടെ മമ്മിയൂർ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സൈഡിലത്തെ വഴിയിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. കാരണം മെയിൻ ഇതിൽ കൂടെ അല്ല പോയത്. പ്രേക്ഷേട്ടൻ ഇവിടെ ഓട്ടോ പെർമിറ്റ് അവിടെയാണ് കേട്ടോ, മമ്മിയൂർ അമ്പലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഞങ്ങൾ കാറിട്ടത്. അങ്ങനെ മമ്മിയൂർ അമ്പലത്തിൻ്റെ സൈഡിലെ വഴി കൂടെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിണ്ടാ. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മുടെ നന്ദി പശുവിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഉള്ളിൽ നിന്ന് അധികം വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ കുഞ്ഞു ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. മമ്മിയൂർ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ദേവിയുടെ അമ്പലമുണ്ട്. അപ്പോൾ ദേവിയുടെ അമ്പലത്തിൽ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ കുട്ടിയായിട്ട് എടുത്തു. കാരണം അമ്പലത്തിൽ നമുക്കിപ്പോൾ വീഡിയോസൊന്നും അലൗഡ് അല്ലല്ലോ. കാരണം ചെറിയ അമ്പലങ്ങളിലൊക്കെ അലോ ആവും. പക്ഷെ വലിയ അമ്പലങ്ങളിലൊന്നും മൊബൈലൊന്നും യൂസ് ചെയ്യാനുള്ള ഇതില്ല. എന്നാലും ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തതാണ് ഗൈസ്. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ രണ്ടാമത്തെ അമ്പലത്തിലെത്തിയിട്ടാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഇതാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം ഗുരുവായൂർ. രണ്ടാമതായിട്ട് പോകേണ്ടതാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം. നമ്മൾ കാന്താര സിനിമയിലൊക്കെ ലാസ്റ്റ് ചാമുണ്ടി വരുന്നതൊക്കെ കണ്ടില്ലേ, അങ്ങനെ ആ ക്ഷേത്രമാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം. അവിടെ ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങണ്ട ഗൈസ്. അവിടത്തെയും ചെറിയ ക്ലിപ്സൊക്കെ എടുക്കാൻ പറ്റില്ല. അവിടെ നവഗ്രഹ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ശക്തിയുള്ള ദേവിയാണ് ചാമുണ്ടേശ്വരി.
അപ്പോൾ ആ ചാമുണ്ടേശ്വരി കാന്താര സിനിമയിൽ കണ്ടവർക്കൊക്കെ അറിയാം ചാമുണ്ടി ലാസ്റ്റ് വരുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ എന്തായാലും പോവുക. അവിടെ നിന്ന് ഞങ്ങൾക്ക് അവിലും സംഭവമൊക്കെ കിട്ടി. കാരണം അവിടെ ഭക്ഷണത്തിന് നമ്മൾ അന്നദാനത്തിന് ചീട്ടാക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചീട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഒക്കെ ചീട്ടാക്കുന്ന നേരത്തെ അമ്മക്ക് അവിടെ നിൽക്കുമായിരുന്നു. അതിനുശേഷം പ്രേക്ഷേട്ട അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത കാരണം ഞങ്ങൾ അവിടുത്തെ ആലിൻ്റെ അവിടെ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും പ്രേക്ഷേട്ടൻ വന്ന് ഞങ്ങൾ കാറിലൊക്കെ കയറി ഇതേ അടുത്ത അമ്പലത്തിലെത്തി ഗൈസ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ പോയിരിക്കേണ്ട അമ്പലത്തിൽ 3ാമത്തെ ക്ഷേത്രമാണ് പാർത്ഥസാരഥി ക്ഷേത്രം. ഇതാണ് പാർത്ഥസാരഥി അമ്പലം. ഇവിടെ നമ്മൾ പശുവൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ പശുവിനൊക്കെ ഉള്ളിൽ വളർത്തുന്നുണ്ട് അവർ. നമുക്ക് പശുവിനൊന്നും ഫോട്ടോ എടുക്കാനൊന്നും അല്ല. നമ്മൾ കയറുമ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് വീഡിയോസ് എടുക്കുമ്പോഴേക്കും അവർ പറഞ്ഞു വീഡിയോസ് എടുക്കാൻ പാടില്ല, മൊബൈൽ ഉള്ളിലേക്ക് വെച്ചോളൂ കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അവരെ ഇതാക്കിയിട്ട് നമ്മൾ എടുക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ആ അമ്പലത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങണ നേരത്ത് ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, കുട്ടി ക്ലിപ്സ്. അവിടെ നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രഥം ഇങ്ങനെ കൊണ്ടുപോകണ ഒരു രീതിക്കാണ് കേട്ടോ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ തന്നെ. അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൃഷ്ണൻ ഇങ്ങനെ രഥത്തിലിരിക്കണ ഒരു രൂപത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ പാർത്ഥസാരഥി അമ്പലത്തിൽ എല്ലാവരും പോയിക്കോളൂ കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഞങ്ങൾ തൊഴുതിട്ട് അവിടെ നിന്നൊക്കെ ഇറങ്ങണ്ട ഗൈസ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇനി അടുത്ത അമ്പലത്തേക്ക് പോകാണ്ട്. അപ്പോൾ ചാമുണ്ടേശ്വരി കഴിഞ്ഞു, പാർത്ഥസാരഥി കഴിഞ്ഞു, ഇനി അടുത്ത അമ്പലമാണ് കേട്ടോ. അപ്പോൾ അടുത്ത അമ്പലം നമുക്ക് അധികം എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം അടുത്ത അമ്പലത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ തീരെ അലൗഡ് അല്ലായിരുന്നു ഫോണിന്. അപ്പോൾ പിന്നെ പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തീരെ അവിടെ എടുത്തില്ല. പക്ഷെ കയറി ചെല്ലുമ്പോഴത്തെ വീഡിയോയും പിന്നെ കുറച്ചൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാരണം എനിക്ക് ഇതാണ് തിരുവെങ്കടാചലപതി ക്ഷേത്രം, കേരള തിരുപ്പതി എന്നൊക്കെ നമ്മൾ അറിയപ്പെടും കേട്ടോ. ആ അമ്പലമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഗുരുവായൂർ വരുമ്പോൾ ഈ അമ്പലത്തിൽ ഇത് കേരള തിരുവെങ്കടാചലപതി ക്ഷേത്രം എന്നാണ് പറയണത്. നമ്മുടെ കയറുമ്പോഴത്തെ എൻട്രൻസ് സെൻറ്റർ ഗൈസ് ഇത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഞാൻ ഒന്നും കൂടി ഞാൻ പറയാണ്, ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ ആദ്യം മമ്മിയൂർ ക്ഷേത്രം, രണ്ടാമത് ചാമുണ്ടേശ്വരി ക്ഷേത്രം, മൂന്നാമത് പാർത്ഥസാരഥി ക്ഷേത്രം, നാലാമത് തിരുവെങ്കിടാചലപതി ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഗുരുവായൂർ അമ്പലം എന്തായാലും പോകുമല്ലോ. ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പോവാട്ടെ ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പം വെജുള്ള കട വെജ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അമ്പലങ്ങളിൽ നിന്നൊക്കെ വരില്ലെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ മുട്ട ഉണ്ടായിരുന്നു. മുട്ട വെജാണോ നോൺ വെജാണോ എന്ന് ഇതുവരെ കണ്ടുപിടിക്കാത്ത കാരണം കുഴപ്പമില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഒരു 2 കുട്ടികൾ നടത്തണ ഒരു സൂപ്പർ കട കേട്ടോ. 2 പിള്ളേഴ്സ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ പിള്ളേഴ്സാണെന്ന് തോന്നുന്നു കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ദോശ ഹട്ട് ദോശ അങ്ങനെ എന്തോ ആയിരുന്നു പേര്. ഇതിൽ ആ പേരിൻ്റെ ഇത് മെൻഷൻ ചെയ്ത് ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മുട്ട നമ്മുടെ എന്തുട്ടാ അതിൻ്റെ പേര് മുളകൊക്കെ ഇല്ല, ആ മുളകിലൊക്കെ തേച്ച് വെക്കണം അങ്ങനെ ഉണ്ടായിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു, നല്ല ചൊടിയായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ സ്പാനിഷ് മസാല എന്ന് പറഞ്ഞിട്ടൊരു മസാല ദോശ കേട്ടോ, സ്പാനിഷ് മസാല. പിന്നെ പിള്ളേഴ്സ് ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിള്ളേഴ്സിന്, അതൊക്കെയല്ല ഇഷ്ടം. അപ്പോൾ ചെന്നോട് തന്നെ പിള്ളേർ അതൊക്കെ എടുത്തു. അതിന് ശേഷം സ്പാനിഷ് മസാല ദോശ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മുടെ മെക്രോണിയൊക്കെ ഉടച്ച് അവരുടെ സ്പെഷ്യൽ മസാല കൂട്ടൊക്കെ ചെയ്തിട്ട് ഒരു പുതിയ ഒരു വിഭവം. അവർ 2 ആഴ്ചയായിട്ടുള്ള ഈ ഷോപ്പ് തുടങ്ങിയിട്ട്. പക്ഷേ പിള്ളേഴ്സൊക്കെ കയ്യുമൊക്കെ ഗ്ലൗസ് ഇട്ടിട്ടേ അത്രയും വൃത്തിയും വെടുപ്പിലും കാര്യങ്ങൾ ചെയ്യണം. അമ്മ കഴിച്ചത് എന്തായിരുന്നു? അമ്മ കഴിച്ചത് മസാല ദോശയാണ് എന്തോ ആയിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല ഗൈസ് അമ്മ കഴിച്ചത് എന്തായിരുന്നു എന്ന്. അമ്മ കഴിച്ചത് പൊടി ദോശയായിരുന്നു കേട്ടോ ഗൈസ്. പൊടിയില്ല കാരണം അമ്മ നെയ്യ് കഴിക്കാതെ കാരണം പൊടി ദോശയായിരുന്നു കേട്ടോ. നമ്മുടെ ഉഴുന്നിൻ്റെ പൊടി ഉണ്ടാക്കില്ലേ, ദോശപ്പൊടി അത്. അപ്പോൾ അത് നമ്മുടെ സ്പാനിഷ് മസാല ദോശ എൻ്റെ വായിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. പക്ഷെ ഞാനത് ഓർഡർ ചെയ്തില്ല. നമ്മളെപ്പോഴും ലോക്കലല്ലേ ഗൈസ്, നമ്മൾ നമ്മുടെ മസാല ദോശ വിട്ടിട്ടുള്ള ഒരു കേസില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ മസാല ദോശയ്ക്ക് കുറച്ച് ടേസ്റ്റ് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗീ മസാല ദോശ പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ എൻ്റെ ഗീ മസാല ദോശ വന്നപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ. ഇനി ഒരു പ്രാവശ്യം കൂടി ഞാൻ അവിടെ പോയി കഴിക്കും ഗൈസ്. അപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ ഇതിൽ ഞാൻ വരിക ഫോട്ടോ. അപ്പോൾ ഈ 2 പിള്ളേഴ്സാണ് കേട്ടോ അത് ഉണ്ടാക്കണതും നടത്തണതൊക്കെ. ദോശ.in എന്നുള്ള ഇതാണ് കേട്ടോ അവരുടെ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ആ ഷോപ്പിലേക്ക് പൊക്കോളൂ കേട്ടോ ഗുരുവായൂർ. അപ്പോൾ അത് നമ്മൾ ഇതിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാലും വരികയായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ഷോപ്പിലേക്ക് പൊക്കോളൂ. നല്ല വൃത്തിയായിട്ട് കുട്ടികൾ ചെയ്യണം, നല്ല സൂപ്പറായിട്ട്. ഇത് സ്പാനിഷിൻ്റെ ഇതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമലിന് മുട്ട പിന്നെയും വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ മുട്ട ഇങ്ങനെ പൊളിച്ചിട്ടാക്കുക. ഈ കൈമ ഗ്ലൗസ് ഇട്ടുള്ള കണ്ടില്ലേ ഗൈസ്, അത്രയും ക്ലീനഡ് ആയിട്ടുള്ള പിള്ളേരായിരുന്നു കേട്ടോ. അവർ ട്രെയിൻഡാണ്, പഠിച്ചതൊക്കെ അതായ കാരണം അവർക്ക് അറിയാം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവർക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് 2 ആഴ്ച കൊണ്ട് തന്നെ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് ആ കടയ്ക്ക് വരണമെങ്കിൽ ആ കുട്ടികളുടെ അധ്വാനം തന്നെയാണ് ഞാൻ പറയുള്ളൂ. കുട്ടികൾ അത്രയും കഠിന അധ്വാനം ചെയ്യണ കാരണമാണ് ഇത്രയും വളർച്ചയിൽ ആ സ്ഥാപനം വരുന്നത്. അപ്പോൾ ഈ മുട്ട ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ കാന്താരി മുളകിൻ്റെ ചമ്മന്തിയിൽ ആ ചമ്മന്തി അങ്ങോട്ട് തേച്ച് വെക്കും ഗൈസ്. ആദ്യം മോനെ നല്ല എരിവ് തീരെ പറ്റാത്ത വീട്ടിൽ തട്ടുകടല ചെന്നപ്പോൾ എരിവൊന്നും ഒരു വിഷയമില്ല. അവന്
എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ആ മുട്ടയുടെ വേണമെന്ന് പറഞ്ഞിട്ട് അവനുള്ള മുട്ടയാണ് ആ ഇങ്ങനെ തൊലി പൊളിച്ചുകൊണ്ട് ഇരുന്നിടുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ ഓർഡർ ചെയ്ത്, പിന്നെ ഗീ മസാല ദോശ ഓർഡർ ചെയ്തു. ഞാൻ പ്രേക്ഷേട്ടൻ ഗീ പൊടി മസാല ദോശ ഗീ പൊടി ദോശ ഒക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഇതേ ഓരോരുത്തർക്കുള്ളതൊക്കെ വന്നിട്ടോ. പ്രേക്ഷേട്ടൻ്റെ ഇതാണിത്, എന്താ ഗീ പൊടി അല്ല ഇത് സ്പാനിഷ് മസാല തന്നെ രണ്ടാമത് ആരാധ്യമോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നായിരുന്നു കേട്ടോ, സ്പാനിഷ് മസാല. അത് സൂപ്പറായിരുന്നു, നല്ല രസത്തോടു കൂടി കഴിച്ചു എല്ലാവരും. അതിൽ ചെറിയൊരു മധുരം സ്വീറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. അതിന് ശേഷം എൻ്റെ മസാല ദോശ വന്നു ഗൈസ്. സാമ്പാറൊക്കെ നാടൻ സാമ്പാറും സൂപ്പറായിരുന്നു കേട്ടോ. സാമ്പാറും ചമ്മന്തിയും എല്ലാം കൂടി ഞാനൊരു പിടി അങ്ങോട്ട് പിടിച്ചു. അതിനുശേഷം ഞാൻ കഴിക്കുമ്പോൾ എല്ലാവരും വന്നിങ്ങനെ ഒരു കഷ്ണം തരൂ എന്ന് പറഞ്ഞിട്ടിരുന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും കഴിച്ചു. പ്രേക്ഷേട്ടൻ്റെ ഗീ പൊടി ദോശയും എല്ലാം വന്നു. പ്രേക്ഷേട്ടനും ഗീ പൊടി ദോശ കഴിച്ചുകൊണ്ടിരിക്കാൻ. ഗീ പൊടി എനിക്ക് അത്ര കൂടി ഇഷ്ടമല്ല ഗൈസ്, നിറച്ച് പൊടിയായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും. അപ്പോൾ ഗൈസ് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.